ദാസ എന്താ വിജയ? അങ്ങനെ ഒരു പുതുവർഷം കൂടെ പുലർന്നു. 2016. എന്ത് കാര്യം? 2015 ഭയങ്കര സംഭവങ്ങളായിരുന്നല്ലോ സാധിച്ചത്. ഈ വർഷം എന്റേതായിരിക്കും. അതിനുള്ള സ്കെച്ചെല്ലാം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ സ്കെച്ച് പോലീസ് വരയ്ക്കേണ്ട നോക്കിയാ മതി. ഒന്നും മനസ്സിലായില്ലല്ലേ? എന്റെ മാമാന്റെ മോന് ദുബായിൽ ഒരു പ്രൊഫഷണൽ സ്റ്റോർ ഉണ്ട്. 18ാം പടിയാ. മാമാക്ക് എന്നെ അവിടേക്ക് വിടണം. എന്നാൽ എന്റെ മാമാന്റെ മോനോ, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് ചിന്തിക്കുന്നത് തന്നെ അലർജിയാണ്. അത് നിന്റെ സ്വഭാവം കൊണ്ടാ. ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് ആരും അവിടെ സ്ഥിരമായി നിൽക്കാറില്ല അത്രേ. അതേതായാലും നന്നായി. അപ്പൊ നീ അങ്ങോട്ട് പോവാണോ? എന്റെ പട്ടി പോവും. എന്താ ഇവനെന്താ പൊട്ടം കടിച്ച? എനിക്ക് ബാംഗ്ലൂർ പോകണം. അവിടെ കുറച്ച് ബിസിനസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 വർഷത്തിനുള്ള 1 CR ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ്. പക്ഷേ 1 ലക്ഷം രൂപ മുതൽ മുടക്കണം. 1 ലക്ഷം മുടക്കിയാൽ 2 വർഷം കൊണ്ട് 1 CR. കേൾക്കാൻ നല്ല രസമുണ്ട് ദാസാ. അതൊക്കെയുണ്ട് ബ്രോ. അതാണ് സസ്പെൻസ്. അതിലേക്കുള്ള 1 ലക്ഷം രൂപക്ക് പകരം ആ വിസ ഞാൻ വേറൊരുത്തിന് കൈമാറും. അതിന് നിന്റെ മാമന്റെ മോൻ സമ്മതിക്കണ്ടേ? എനിക്ക് പകരം ജോലിക്ക് വേറൊരുത്തിനെ വിടാമെന്ന് പറഞ്ഞപ്പോ അവന്റെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു മോനെ. എന്നിട്ട് ആ മിസ്റ്റർ ഭാഗ്യവാൻ ഇപ്പൊ എവിടെ ഉണ്ട്? അവനിപ്പോൾ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ എത്തുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ചേട്ടാ, ഞാൻ അവിടെ വരും. പണം തികയാഞ്ഞിട്ടാ. കൃത്യസമയത്ത് പണം കിട്ടിയില്ലെങ്കിൽ അത് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കുവേ. ചേട്ടാ, അയ്യോ അങ്ങനെ പറയരുത്. കാശ് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ ഈ തുക നിസ്സാരമായിരിക്കും. ഞങ്ങൾ പാവങ്ങളാണല്ലോ. കുറച്ച് സമയം കൂടി തരണം പ്ലീസ്. അമ്മേ, കാശ് തികഞ്ഞിട്ടില്ല. പണയം വെച്ച സ്വർണം തികഞ്ഞില്ല. 40,000 രൂപ കൂടി വേണം. ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ലല്ലോ മോനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മാവനോടൊന്ന് ചോദിക്കാവോ അമ്മേ? അമ്മാവന്റെ കാര്യം നിനക്കറിയില്ലേ? നമുക്ക് നല്ലത് വരുന്ന എന്തെങ്കിലും അയാള് ചെയ്യൂ. അണ്ണേ, നിങ്ങൾ പറഞ്ഞ പണം റെഡി ആയിട്ടുണ്ട്. എവിടെ തരണം? தம்பி, செய்கிற தொழில் தப்பானதுன்றது எனக்கும் தெரியும், உனக்கும் தெரியும். தேவையில்லாமல் என் ஃபோனுக்கு பேசி நீ மாட்டிக்காத, என்னையும் மாட்ட விட்டுறாது. உனக்கு தேவை இருந்தால் நீ அருண்கிட்ட பேசு, அவன் லைனுக்கு வருவான். ഓ ശരി, താങ്ക് യു. അരുൺ, നീ എവിടെയായിരുന്നു? എത്ര ടൈമായി ട്രൈ ചെയ്യുന്നു? അണ്ണാച്ചിയെ വിളിച്ചിരുന്നു. എല്ലാം നിന്റെ അടുത്ത് പറഞ്ഞേൽപ്പിക്കാന്നാ പറഞ്ഞു. നീ ഒന്ന് അങ്ങോട്ട്. ഹലോ രതീഷ്, ഞാൻ ഹോട്ടലിൽ തന്നെ ഉണ്ട്. ഓക്കെ. യെസ്, കമ്മിങ്. ഹായ് ചേട്ടാ. ഇരിക്കൂ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വരില്ലായിരിക്കും എന്നാണ്. ഇത് ജീവിത പ്രശ്നമല്ലേ ചേട്ടാ, വരാതിരിക്കാൻ പറ്റുമോ? പണമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ച് കുറവുണ്ട്. അത് നേരിട്ട് പറയാമെന്ന് കരുതിയാ ഞാൻ വന്നത്. ചേട്ടൻ ദേഷ്യപ്പെടരുത്. 1 മാസത്തിനുള്ളിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോകണം. പിന്നെ കാശാര് തരും? ചേട്ടാ, ചേട്ടൻ എന്നെ വിശ്വസിക്കാം. എൻ്റെ അമ്മ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരും. എല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ശരിയാവില്ല മാഷെ. നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കിയിട്ട് വാ, എന്നിട്ട് നോക്കാം. അല്ല, അത് ശരിയാവില്ല മാഷെ, അത് വിട്ടേക്ക്.
ശരി ചേട്ടാ. ആ അരുൺ എന്തായി? മച്ചാനെ ആകെ പ്രശ്നമാണ്. എന്ത്? അണ്ണാച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളുടെ മൊബൈൽ മുഴുവൻ പോലീസ് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അയാളെ വിളിക്കില്ലേ? നീ എത്രയും പെട്ടെന്ന് എന്റെ നമ്പറും സിമ്മെല്ലാം മാറ്റിക്കോ. കലിപ്പാകുവേ. രതീഷ്, എന്താ ചേട്ടാ? എനിക്ക് നിങ്ങളെക്കാൾ പ്രായം കുറവാണ്. ഞാനാണ് ചേട്ടാന്ന് വിളിക്കേണ്ടത്. എൻ്റെ ഒരു ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ വിസ കച്ചവടം നടത്താൻ വേണ്ടിയല്ല. ഇനി എനിക്ക് ആ പണം ആവശ്യമില്ല. സോ താങ്കൾ പോകാൻ തയ്യാറായിക്കോളൂ. താങ്ക് യു ചേട്ടാ. ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷം നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാം. ഹാപ്പി ന്യൂ ഇയർ.